ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റമാണ് യൂസിങ് IoT. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ESP32 മൊഡ്യൂള്, ടെമ്പറേച്ചർ സെൻസർ, അതുപോലെ റെയിൻ സെൻസർ, സോയിൽ മോയ്സ്ചർ സെൻസർ, വാട്ടർ ലെവൽ സെൻസർ, അതേപോലെ റിലേയും വാട്ടർ പമ്പ് നമ്മൾ റിലേയിൽ കൊടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫാമിൽ വെള്ളം കൂടുകയാണ്, പാഡി ഫീൽഡ്സിലൊക്കെ വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഒരു ഫാമറിന് വീട്ടിൽ ഇരുന്ന് തൻ്റെ സോയിൽ മോയ്സ്ചറും ചെക്ക് ചെയ്യാൻ പറ്റും, ഹ്യൂമിഡിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഫാമിൽ. അതുപോലെ ഫാമിൽ മഴയുണ്ടായാൽ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം സ്റ്റോപ്പ് ആകും. മഴയുണ്ടെന്നുള്ളത് സെൻസ് ചെയ്യാനും കർഷകന് വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് വഴി ചെയ്യാൻ പറ്റും. ഇത് ഞാൻ സെറ്റപ്പ് ചെയ്തത് തിങ്സ്പീക്ക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിലൂടെയാണ്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, സോയിൽ മോയ്സ്ചർ, റെയിൻ, വാട്ടർ ലെവൽ, പമ്പ് എന്നിവ കാണാൻ പറ്റും. ഇപ്പോൾ റെയിൻ സെൻസറിൽ മഴയില്ലാത്തത് കൊണ്ട് തന്നെ അത് നിരപ്പായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പോൾ ഈ വെള്ളം ഫില്ലാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് വീണതാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർ ലെവൽ കൂടി എന്നുള്ളത് വാട്ടർ ലെവൽ സെൻസർ ലാപ്ടോപ്പിലേക്ക് അറിയിച്ചു. അപ്പോഴത്തേക്കും വാട്ടർ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തു. 5 സെക്കൻഡ് വെയിറ്റ് ടൈം ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും വാട്ടർ ലെവൽ ഇതുപോലെ എക്സസ് വാട്ടർ എല്ലാം അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മുടെ വാട്ടർ ലെവൽ കണ്ടില്ലേ, മെയിൻറ്റെയിൻ ആയപ്പോൾ പമ്പ് സ്റ്റോപ്പായി. ഈ വാട്ടർ ലെവൽ നമ്മൾ പാഡി ഫീൽഡ്സിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്ത് മാറ്റാൻ പറ്റും. ഇതാണ് എൻ്റെ പ്രോജക്റ്റ്.